ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 50. 16-10-1987. വസൂല, ഞാനെപ്പോഴും എൻ്റെ ലക്ഷ്യം കൈവരിക്കും. വരൂ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഭൂമിയിലെ സഭയാകുന്ന എൻ്റെ രാജ്യം ഒരു ദിവസം സ്വർഗത്തിലേതുപോലെയായിത്തീരും. എൻ്റെ സഭ ഐക്യപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. എൻ്റെ വിശ്വസ്തരെല്ലാവരും പരസ്പരം മനസ്സിലാക്കും. എൻ്റെ കരത്താൽ ഉയർത്തപ്പെട്ട, എൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട എൻ്റെ സഭ ഒന്നായിത്തീരും. കർത്താവെ, അങ്ങയുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായി തീരട്ടെ. അങ്ങയുടെ അഭിലാഷങ്ങൾ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ബോധവൽക്കരിക്കണമേ. ഞങ്ങളിൽ അനേകർ ഇക്കാര്യം ആഗ്രഹിക്കുന്നു. 18-10-1987. മകളെ, നീ എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാമോ? പൂവ് കർത്താവെ, അങ്ങയുടെ കരത്തിൽ നിന്ന് പിടിവിടുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും നിനക്ക് വ്യക്തമാക്കി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശങ്ങൾ എന്നിൽ നിന്ന് വരുന്നതാണെന്നതിൽ യാതൊരു സംശയവും ഉണ്ടാകാതിരിക്കേണ്ടതിന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുൻകൂട്ടി പറയുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. യേശുവെ, അങ്ങ് നൽകുന്ന ഏക അടയാളം ഞാൻ തന്നെയായിരിക്കുമെന്ന് അങ്ങ് എന്നോട് പറഞ്ഞിട്ടില്ലേ? അതെ, എന്റെ ഈ പ്രവൃത്തികളുടെ അടയാളം നീ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ എന്റെ പദ്ധതി ഞാൻ വിഭാവനം ചെയ്തതാണ്. എന്റെ നീതിയുടെ മഞ്ഞുതുള്ളികൾ നിന്നിൽ തുള്ളി തുള്ളിയായി ഇറ്റിറ്റ് വീഴേണ്ടതിന് നീ വിടർന്നു തന്നെ നിലകൊള്ളുക. എന്റെ ഗുണങ്ങൾ എന്നിൽ നിന്നും പാനം ചെയ്യുക. നീ പരിപൂർണയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പുഷ്പം എന്റെ ദൈവിക കുന്തിരിക്ക പരിമളം പരത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വസൂല, എന്നെ നോക്കുക. ഞാൻ യേശുവിനെ നോക്കി. എന്റെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കപ്പെടും. വസൂല, എനിക്ക് വേണ്ടി നിന്റെ സമയം കൂടുതലായി ചിലവഴിക്കുമോ? എന്റെ സമയം അങ്ങയുടേതാണ്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. എന്നിൽ നിന്നുള്ള എണ്ണ എടുത്ത് നിന്റെ വിളക്ക് നിറയ്ക്കുക. യേശുവെ, ഞാൻ എന്തു പറയുവാനാണ്? യാതൊന്നിനും എനിക്ക് അർഹതയില്ലാതിരിക്കെ അങ്ങ് എനിക്ക് വളരെയധികം കൃപകൾ നൽകുന്നു. അങ്ങ് എനിക്ക് തുടർച്ചയായി കൃപകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് എനിക്ക് നൽകുന്നതിന് പകരമായി യാതൊന്നും എനിക്ക് അങ്ങേക്ക് നൽകുവാൻ കഴിയുന്നില്ല. അങ്ങ് എനിക്ക് പ്രകാശം നൽകുന്നു. മൃതരിൽ നിന്ന് അങ്ങ് എന്നെ ജീവനിലേക്ക് ഉണർത്തി. അങ്ങ് എന്നെ സൗഖ്യമാക്കി. അങ്ങയുടെ പ്രവൃത്തികൾ എന്നിലേക്ക് അങ്ങ് വർഷിച്ചു. എന്നെ മഹത്വപ്പെടുത്തുക. വസൂല, ആരാണ് നിന്നെ വിമോചിപ്പിച്ചത്? കർത്താവെ, അങ്ങാണ് എന്നെ വിമോചിപ്പിച്ചത്. ഞാൻ ഒരു കാര്യം പറയട്ടെ? പ്രിയപ്പെട്ടവളെ, പറയൂ. ക്ഷമയുള്ള ഒരു പിതാവിനെ പോലെയാണ് ദൈവം സംസാരിച്ചത്. എന്റെ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്താലും സ്നേഹത്താലും ശക്തിയാലും അങ്ങ് എന്നോട് ചെയ്തതുപോലെ തന്നെ അങ്ങ് എന്റെ സഹോദരീ സഹോദരന്മാരോടും പ്രവർത്തിക്കണമേ. അവരെ വിമോചിപ്പിക്കണമേ. അങ്ങയുടെ സന്നിധിയിലേക്ക് അവരെ ഉയർത്തണമേ. ഞാൻ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുന്നത് പോലെ തന്നെ അവരും അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയട്ടെ. മനുഷ്യർ അങ്ങയെ സമീപിക്കുന്നത് കണ്ട് ആനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം എല്ലാ ക്രിസ്ത്യാനികളെയും നമ്മുടെ പരിശുദ്ധ മാതാവിനെ നിഷേധിക്കുന്നവരെയും ഐക്യപ്പെടുത്തണമേ. വസൂല, ത്യാഗപ്രവൃത്തികൾ അനുഷ്ഠിക്കുവാൻ നീ തയ്യാറാണോ? ഉവ്വ് കർത്താവെ, എന്നെ ആ വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ. ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞാൻ നിനക്ക് വ്യക്തമാക്കി തരാം. പ്രിയപ്പെട്ടവളെ, എപ്പോഴും എന്നിൽ നിന്ന് സ്വീകരിക്കുക. പുഷ്പമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് കേട്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് സ്വന്തമായവർ തന്നെ എന്റെ അമ്മയെ എപ്രകാരമാണ് അധിക്ഷേപിക്കുന്നതെന്ന് നീ കേൾക്കുമ്പോൾ നീ കരയുന്നതിനു വേണ്ടി നിന്റെ കണ്ണുനീർ ഇപ്പോൾ സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങയുടെ അമ്മയെ അധിക്ഷേപിക്കുവാൻ അവരെ അനുവദിക്കരുതേ. വസൂല, എന്റെ സഭ ഏകഭാഷ സംസാരിക്കുന്ന സമയം വരും. ആ സമയം ആസന്നമായിരിക്കുന്നു. എന്നാൽ ഈ മഹിമയാർന്ന ദിവസത്തിനു മുമ്പ് ഭീകരമായ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകും. ഇതിനുള്ള ഒരു കാരണം മനുഷ്യന്റെ അഹന്തയും പാപവും സ്നേഹരാഹിത്യവുമാണ്. രണ്ടാമത്തെ കാരണം എന്റെ ശരീരമായ സഭ ഭിന്നതയാൽ കീറിമുറിക്കപ്പെട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാരണം എന്റെ ശരീരമായ സഭ ഭിന്നതയാൽ കീറിമുറിക്കപ്പെട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയട്ടെ, എന്റെ ശരീരമായ സഭയെ ഞാൻ മഹത്വപ്പെടുത്തുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യും. പുഷ്പമേ, സ്നേഹം നിങ്ങളെല്ലാവരെയും ഐക്യപ്പെടുത്തും. ഇക്കാര്യം കൂടി എഴുതിയെടുക്കുക.
സർവ്വ അധികാരവും എന്നിൽ നിന്ന് വരേണ്ടതിന് എളിമയോടെ നിലകൊള്ളുക. ഇക്കാര്യം എല്ലാവരോടുമായിട്ടാണ് യേശു പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ അഭിലാഷങ്ങൾ അചഞ്ചലമാണെന്ന് എല്ലാവരും അറിയട്ടെ. അവ എന്നേക്കും അചഞ്ചലമായി നിലകൊള്ളുന്നു. യേശുവെ, അങ്ങയുടെ ഏത് അഭിലാഷങ്ങളാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? വസൂല, ഇനി ഞാൻ പറയുന്ന വാക്കുകൾ എന്റെ മക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക. കർത്താവായ ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എന്റെ അടുക്കിലേക്ക് വരിക. കർത്താവെ, എന്നെ അവരുടെ അടുക്കിലേക്ക് നയിക്കണമേ. അങ്ങയുടെ വാക്കുകൾ അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. വസൂല, എന്നിൽ ആശ്രയിക്കുക. എന്റെ പ്രകാശത്തിൽ ജീവിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക. 19/10/1987 ഒരിക്കൽ ഞാൻ ഗ്രീസിലായിരുന്നപ്പോൾ ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രം വായിക്കുകയായിരുന്നു. വിശുദ്ധയെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തുടർന്ന് ബസ്സിൽ യാത്ര ചെയ്തപ്പോഴും വിശുദ്ധയെക്കുറിച്ചുള്ള അഗാധമായ ധ്യാനത്തിലായിരുന്നു എന്റെ മനസ്സ്. ബസ് നിർത്തിയപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വാക്കുകളുടെ ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കുകൾ വലിയ അക്ഷരത്തിൽ, ഓരോ അക്ഷരവും ഒരടി വലിപ്പത്തിലുള്ളത് 4 മീറ്റർ അകലെ ഒരു ബസ് സ്റ്റേഷന് മുകളിലെ മേൽക്കൂരയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. 2 ഹൃദയങ്ങളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. വിശുദ്ധ എന്നോട് ഇപ്രകാരം പറയുന്നതായി എനിക്ക് തോന്നി. അതു വിശുദ്ധ നൽകിയ സന്ദേശമായിരുന്നു. മകളെ, നീ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ എന്റെ പദ്ധതികൾ വിഭാവനം ചെയ്യപ്പെട്ടിരുന്നെന്ന കാര്യം നീ മനസ്സിലാക്കുന്നുണ്ടോ? കാത്തിരിക്കുക, നിനക്ക് കാണാം. ഇപ്പോൾ വിശ്രമിക്കുക. എപ്പോഴും എന്നിൽ നിന്നുള്ളതുകൊണ്ട് നിന്നെ നിറയ്ക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട യേശുവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മകളെ, നിനക്ക് എന്റെ സമാധാനമുണ്ടാകട്ടെ. നിനക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തും. എന്റെ ഹൃദയത്തിൽ മാത്രമല്ലാതെ മറ്റെവിടെയും നീ വിശ്രമം തേടരുത്. കർത്താവെ, എന്റെ കൂട്ടുകാരിയുടെ മകനെ സഹായിക്കുവാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? എന്നെ ശ്രവിക്കുക. സ്നേഹത്തിന്റെ പ്രവൃത്തികൾക്ക് അവനെ രക്ഷിക്കുവാൻ കഴിയും. കർത്താവെ, ആരുടെ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ? വസൂല, നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിന്റെ പ്രവൃത്തികൾ തന്നെ. പ്രിയപ്പെട്ട യേശുവെ, ബംഗ്ലാദേശിലെ കൂട്ടായ്മയെ അങ്ങയുടെ ദൈവിക കരത്താൽ അനുഗ്രഹിക്കണമേ. അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ. വസൂല, എന്റെ സ്നേഹത്തെ വളർത്തണമെന്ന് അവരോട് പറയുക. എന്തെന്നാൽ അവരുടെ ഉള്ളിൽ തന്നെ എന്റെ സ്നേഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരുടെ മധ്യേ ഞാനുണ്ട്. മകളെ, എന്റെ കരത്താൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. എന്റെ കൂട്ടുകാരിയുടെ മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. നീ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കുഞ്ഞെ, എന്നിൽ വിശ്വസിക്കുക. യേശുവെ, എന്റെ കൂട്ടുകാരിയുടെ മകന്റെ പ്രശ്നം അങ്ങേക്കറിയാമോ? എനിക്കറിയാം. കർത്താവെ, അവൻ അങ്ങയുടെ അടുക്കൽ വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ലേ? അവനെ ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവളെ, സാത്താന് അവന്റെ മേലൊരു സ്വാധീനമുണ്ട്. സാത്താൻ അലറുന്നത് ഞാൻ കേട്ടു. ഞാൻ അവനെ വിടുകയില്ല. അവൻ കോപം കൊണ്ട് ജ്വലിച്ചിരുന്നു. കർത്താവായ യേശുവെ, അവനെ രക്ഷിച്ച് അങ്ങയുടെ അടുക്കൽ എത്തിക്കുന്നതിന് ഞാൻ ത്യാഗമനുഷ്ഠിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അത് ചെയ്യുവാൻ അനുവദിക്കുക. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ 2 ദിവസത്തേക്ക് വെള്ളം കുടിക്കാതെ കഴിയാം. സ്വിറ്റ്സർലൻഡിലെ കാലാവസ്ഥ വരണ്ടതാണ്. സാധാരണ ധാരാളം വെള്ളം കുടിക്കാറുണ്ടവർ. വസൂല, അവനു വേണ്ടി ത്യാഗമനുഷ്ഠിക്കുക. എന്റെ കുരിശു വഹിക്കുമ്പോൾ യാതൊരു പാനീയവും കുടിക്കരുത്. ഒരു ത്യാഗമായിട്ട് ഞാൻ ഈ കാര്യം ചെയ്യാം. പ്രിയപ്പെട്ടവളെ, നീ പിന്നീട് മനസ്സിലാക്കും. നിന്റെ സഹോദരന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. അവനു വേണ്ടി ത്യാഗമനുഷ്ഠിക്കുക. ഞാൻ അവനെ സ്നേഹിക്കുന്നു. യേശുവെ, ഞാൻ അപ്രകാരം ചെയ്യാം. 21/10/1987 ഇന്നെനിക്ക് നിരാശാജനകമായ വാർത്ത കിട്ടി. ഞാൻ വളരെ പ്രതീക്ഷ വെച്ചിരുന്ന ലിയോണിലെ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞൻ ഞാൻ കത്തോലിക്ക സഭാംഗം അല്ലെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനു ആദ്യമുണ്ടായിരുന്ന ഉത്സാഹവും താല്പര്യവും തണുത്തുപോയി. ഞാൻ ദൈവത്തെ അനുഭവിച്ചറിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ദൈവം സഭയിലെ അധികാരികൾക്കും പരിശുദ്ധ സിംഹാസനത്തിനുമല്ലാതെ മറ്റുള്ളവർക്കും സന്ദേശം നൽകുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്നു? ഞാൻ സഭയിലെ അധികാര ശ്രേണിയിൽ നിന്ന് വരുന്നതല്ല. ഞാൻ അവരിൽ ഒരാൾ ആയിരുന്നെങ്കിൽ ഞാൻ അംഗീകരിക്കപ്പെടുമായിരുന്നു. അവർ ഈ സന്ദേശം വായിച്ചു നോക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു.
വിവിധ ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം വിഭാഗീയത കാണേണ്ടതില്ലെന്ന സന്ദേശം തന്നെയാണ് ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഏക അധികാരത്തിന്റെ കീഴിലാണ്. എന്തിനാണ് വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നത്? ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പോലും വ്യത്യാസം കാണുന്നു. ഞാൻ സഭാവസ്ത്രം ധരിക്കുന്നവളല്ല, പക്ഷേ അതിലെന്തു കാര്യം? ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ദൈവത്തോട് ചോദിക്കാമോ? ദൈവം എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ തിരഞ്ഞെടുത്തു. ഞാൻ ആ അവസ്ഥയിൽ തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വസൂല, ഞാൻ ഭൂമിയിൽ ശരീരത്തിൽ വസിച്ചിരുന്ന കാലത്ത് എനിക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് നിനക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വസൂല, പ്രസംഗിക്കുവാൻ ആരാണ് എനിക്ക് അധികാരം നൽകിയതെന്ന് ഫരിസേയർ എന്നോട് ചോദിച്ച കാര്യം നീ ഓർക്കണം. അതെ കർത്താവേ. പ്രിയപ്പെട്ടവളെ, എന്റെ സന്ദേശം എന്നിൽ നിന്ന് വരുന്നതാണ്. സർവ്വ അധികാരവും എന്നിൽ നിന്നാണ് വരുന്നത്. നീ എന്റെ സ്വന്തമാണ്. മനുഷ്യരാണ് നിനക്ക് അധികാരം നൽകിയതെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നിലൂടെ എഴുതിയിട്ടുണ്ടോ? കുഞ്ഞെ, ജ്ഞാനത്തിൽ ആശ്രയിക്കുക. എനിക്ക് വലിയ ദുഃഖമുണ്ടായി. എന്റെ കണ്ണീർ ഒഴുകി. ഈ അവസ്ഥ മറികടക്കുന്നതിന് കുറച്ചു നേരത്തേക്ക് എനിക്ക് എഴുത്തു നിർത്തേണ്ടി വന്നു. എനിക്ക് വേണ്ടി പീഡ സഹിക്കുന്നവളെ, എന്റെ ഹൃദയത്തിനു വേണ്ടി പീഡിതയാകുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് നിന്റെ ആന്തരിക വ്യക്തിത്വത്തിനു വേണ്ടിയുള്ള മാധുര്യമേറിയ പീഡാനുഭവമാണ്. എനിക്ക് വേണ്ടിയും എന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടിയും പീഡിതയാണ് നീ. മറ്റുള്ളവരുടെ തള്ളിപ്പറച്ചിൽ വഴിയും നീ അനുഭവിക്കുന്ന മനോവ്യഥകളിലൂടെയും ദുഃഖത്തിലൂടെയും ഭൂമിയിൽ എനിക്കുണ്ടായ ജീവിതാനുഭവങ്ങൾ നീ അനുഭവിച്ചറിയും. നിന്റെ ആന്തരിക വ്യക്തിത്വത്തിന്റെ സഹിക്കുവാനുള്ള കഴിവനുസരിച്ച് ഞാൻ ചെറിയ അളവിൽ നിനക്കിതെല്ലാം നൽകിക്കൊണ്ടിരിക്കും. ഇതിനോടകം നീ അവിശ്വസിക്കപ്പെടുകയും നിന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയും നീ പരിഹസിക്കപ്പെടുകയും നീ പരിത്യജിക്കപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും നിനക്ക് ഇതേ അനുഭവങ്ങളുണ്ടാകും. വസൂല, ഇനിയും സമാനമായ വളരെയധികം സഹനങ്ങൾ നിനക്കുണ്ടാകും. എന്നിരുന്നാലും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയുമായ എന്റെ സന്ദേശം വിശ്വസിക്കുന്നവരെ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. അവർ നിനക്ക് സാക്ഷികളാണ്. നീ ഒറ്റിക്കൊടുക്കപ്പെടുമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. വസൂല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവായ ഞാനാണ് നിന്റെ സഹായം. എന്റെ അടുക്കൽ വന്ന് സമാശ്വാസം അനുഭവിക്കുക. എന്റെ സമാധാനം നിന്നെ ആവരണം ചെയ്യട്ടെ. വരൂ, എല്ലാ അധികാരവും എന്നിൽ നിന്നാണ് വരുന്നത്, മനുഷ്യരിൽ നിന്നല്ല. നീ ഏക അധികാരിയായ എന്റെ അധികാരത്തിൽപ്പെട്ടവളാണ്. എന്റെ ദൈവമേ, എന്നെ സഹായിക്കുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എനിക്ക് സാക്ഷികളെ നൽകിയതിനെ പ്രതിയും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പരാതിയുടെ സ്വരം ഞാൻ ഇനി ഒരിക്കലും ഉയർത്തുകയില്ല. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചെയ്തു കൊള്ളുക. ഞാൻ അങ്ങേക്ക് നന്ദി പറയും. എന്നെ എറിഞ്ഞു കളയണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ എറിയുക. എന്നെ തലോടണമെന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ ഞാൻ അതർഹിക്കുന്നില്ല. അങ്ങയുടെ തിരുഹൃദയം ആഗ്രഹിക്കുന്നത് എന്നോട് ചെയ്താലും ഞാൻ അങ്ങയുടേതാണെന്ന എന്റെ ആദ്യത്തെ വാക്കുകൾ എനിക്ക് പാലിക്കണം. അതെ, എന്റെ വചനങ്ങൾ നിന്റെ മേൽ എനിക്ക് മുദ്രണം ചെയ്യേണ്ടതിന് മൃദുവായി നിലകൊള്ളുക. എന്റെ സാന്നിധ്യവും എന്റെ സ്നേഹവും അനുസ്മരിക്കുക. 22/10/1987 രാത്രി 2:30 മണിക്ക് ഞാൻ ഉണർന്നു. ദാഹം മൂലം എന്റെ വായും ചുണ്ടുകളും തുകൽ പോലെ വരണ്ടുണങ്ങിയിരുന്നു. യേശു എന്നോട് പറഞ്ഞു, ഇപ്പോൾ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാതെ 2 ദിവസം കഴിഞ്ഞല്ലോ. ഞാൻ എഴുന്നേറ്റ് അല്പം വെള്ളം കുടിച്ചു. അധികം കുടിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഇന്ന് രാവിലെ അചിന്തനീയമായ വിധം ഞാൻ ദുഃഖിതയായിരുന്നു. ഞാൻ അവിടുത്തെ തീക്ഷ്ണമായി ആഗ്രഹിച്ചു. അവിടുത്തെ സഭയിലെ അധികാരികളുടെ സവിശേഷമായ അവകാശങ്ങൾ എനിക്ക് നിഷേധിക്കുവാനാണോ എന്നെ ആത്മീയതയിലേക്ക് ഉണർത്തിയത്? അവർ അവരുടെ സവിശേഷമായ അധികാരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ എന്നിൽ തീക്ഷ്ണമായ ആത്മീയ അഭിലാഷങ്ങൾ അവിടുന്ന് നിറയ്ക്കുന്നു. അവിടുത്തെ സമാധാനം നിഷേധിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. സമാധാനത്തിന് പകരം പ്രവാസത്തിലായതുപോലെയും പ്രലോഭനങ്ങളാൽ ചുറ്റപ്പെട്ടതുപോലെയും എനിക്ക് അനുഭവപ്പെടുന്നു. അല്ലയോ മകളെ, എന്റെ അനുഗ്രഹിക്കപ്പെട്ടവളെ, എന്റെ ഹൃദയത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, എന്റെ ഉള്ളിൽ നിന്നും എന്റെ വേദന ബഹിർഗമിക്കുന്നുണ്ട്. വസൂല, എന്നാൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നീ മനുഷ്യരുടെ ഇടയിൽ കഴിയുന്നതിനും അവരോട് താതാത്മ്യപ്പെടുന്നതിനുമാണ്. വാത്സല്യം ഭോഷത്വമായി തീരുമാറ് അത്രമാത്രം അവർണ്ണനീയമായ വിധം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വസൂല, വാക്കുകളാൽ വിവരിക്കാനാവാത്ത വിധം നികൃഷ്ടയായവളെ, പ്രിയപ്പെട്ടവളെ, നിന്നെ തന്നെ ബലിയാക്കിക്കൊണ്ട് നികൃഷ്ടതയുടെയും
അവിശ്വാസികളായ മനുഷ്യരുടെയും ഇടയിൽ കഴിയുക. കാരണം നീ എന്റെ വലയായി തീരണം. എന്റെ വലയായ നീ പിടിക്കുന്ന മനുഷ്യമക്കളിൽ നിന്റെ പരിശുദ്ധ പിതാവ് ആനന്ദിക്കട്ടെ. ഇത്തവണ എന്റെ ഹൃദയം ആനന്ദത്താൽ പൂരിതമാകട്ടെ. മനുഷ്യരെ എന്നിലേക്ക് ആകർഷിക്കുക. നിന്റെ കണ്ണുനീർ സൂക്ഷിച്ചു വെക്കുക. അല്ലാത്തപക്ഷം എന്റെ അമ്മയെ അപകീർത്തിപ്പെടുത്തുന്ന ദൂഷണം നിന്റെ കാതുകൾ കേൾക്കുമ്പോൾ കരയുവാൻ കണ്ണുനീർ നിനക്കുണ്ടാവുകയില്ല. യേശുവേ, അവർ അങ്ങയുടെ അമ്മയെ അപകീർത്തിപ്പെടുത്തുവാൻ ഒരുങ്ങുമ്പോൾ അവരുടെ നാവ് ശബ്ദം പുറപ്പെടുവിക്കാതിരിക്കട്ടെ. വസൂല, കർത്താവായ ഞാൻ അവരോട് ക്ഷമിക്കും. എന്തെന്നാൽ അവർ എന്താണ് പറയുന്നതെന്ന് അവർ അറിയുന്നില്ല. കർത്താവെ, അവർ എന്തെങ്കിലും ഇക്കാര്യം ഗ്രഹിക്കുമോ? അവർ എന്നെ കേൾക്കുകയാണെങ്കിൽ എല്ലാവരും ഗ്രഹിക്കും. ഓരോ സൃഷ്ടിയും ഗ്രഹിക്കും. നിന്റെ മനസ്സിലുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകട്ടെ. കർത്താവെ, അങ്ങ് പറയുന്നു, അവർ അങ്ങയെ ശ്രവിക്കുകയാണെങ്കിൽ എന്ന്. അതിനർത്ഥം അങ്ങയെ ശ്രവിക്കാതിരിക്കുന്നവരുമുണ്ടാകും എന്നാണോ? എനിക്ക് അത്യധികം ദുഃഖം വരുത്തുന്നതിന് എന്നെ കേൾക്കാതിരിക്കുവാൻ തങ്ങളുടെ ചെവികൾ അടയ്ക്കുന്നവരുമുണ്ടാകും. എന്നെ ശ്രവിക്കുവാൻ മടിക്കുന്നവരെ ഇത്തവണ ഞാൻ വെറുതെ വിടുകയില്ല. ഇപ്പോൾ വരൂ, എഴുന്നേറ്റ് എന്നെ അനുഗമിക്കുക. 23/10/1987. ഫരിസേയന്മാർ ഒരിക്കലും യേശുവിനെ വിശ്വസിക്കാതിരുന്നപ്പോൾ അവിടത്തേക്ക് എത്രമാത്രം വിഷമമുണ്ടായെന്നും അവിടുന്ന് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ അവിടത്തേക്ക് എത്രമാത്രം പ്രയാസമായിരുന്നെന്നും ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു. ഫരിസേയരാൽ യേശു എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടു. അക്കാലത്ത് യേശുവിൽ വിശ്വസിക്കുവാൻ ഫരിസേയർക്ക് സാധിക്കുകയില്ല എന്ന വസ്തുത മനുഷ്യർക്ക് അഗ്രാഹ്യമാണ്. അവർക്ക് യേശുവിനെ മനസ്സിലാക്കുവാനോ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അംഗീകരിക്കുവാനോ കഴിയില്ലായിരുന്നു. ഇക്കാലത്ത് എത്ര പേർ എന്റെ സന്ദേശം ഗ്രഹിച്ച് അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്? കുറെ പേർ വിശ്വസിക്കുന്നുണ്ട്. അവർ വിശ്വസിക്കാതിരിക്കുന്നവരെക്കാൾ കൂടുതലാണ്. എന്റെ സന്ദേശം ശ്രവിക്കുകയും വിശ്വസിക്കുകയും അത് പൂർണ്ണമായി ഗ്രഹിക്കുകയും ചെയ്യുന്ന ആടുകളുടെയും കുഞ്ഞാടുകളുടെയും കൂട്ടത്തിൽ ഏതു കൂട്ടരുടെ എണ്ണമാണ് കൂടുതലെന്ന് എന്നോട് പറയൂ. ഇവിടെ ആടുകൾ പുരോഹിതന്മാരെയും കുഞ്ഞാടുകൾ സാധാരണ ആത്മായ വിശ്വാസികളെയുമാണ് സൂചിപ്പിക്കുന്നത്. ാണ് എന്റെ സന്ദേശം ശ്രവിക്കുവാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. എന്റെ അനുഭവത്തിൽ കുഞ്ഞാടുകളാണ് അങ്ങയുടെ ഈ സന്ദേശം ശ്രവിക്കുവാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഇന്ന് ഇന്നലത്തേതിന് സമാനമാണ്. മകളെ, കാലം മാറിയിട്ടില്ല. ഇന്ന് ഇന്നലത്തേതിന് സമാനമാണ്. ഞാൻ ശരീരത്തോടെ ഭൂമിയിലായിരുന്നപ്പോൾ കുറച്ചുപേർ ഞാൻ മറ്റൊരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചു. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമാണ് എന്നെ മിശിഹായായി കണ്ട് വിശ്വസിച്ചത്. ഫരിസേയന്മാർ എന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്നെ കല്ലെറിയുവാൻ ഓടിക്കൂടി. വസൂല, ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ നീ എന്തിന് ആശ്ചര്യപ്പെടുന്നു? നീ എന്നിൽ നിന്നാണ് വരുന്നത്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയുമായ എന്റെ സന്ദേശത്തിന്റെ പ്രചാരകയായി ഞാൻ നിന്നെ ഇന്ന് അയക്കുന്നു. എന്റെ സഭയെ ഐക്യപ്പെടുത്തുവാനായി ഞാൻ വരുന്നു. എന്നാൽ ഇന്ന് ഇന്നലത്തേതിന് സമാനമായിരിക്കുന്നു. ഞാൻ നിന്നോട് പറയട്ടെ, സഭാധികാരികൾ നിന്നെ സംശയിക്കുകയും ഈ സന്ദേശം എന്നിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുവാൻ അനേകർ വിസമ്മതിക്കുകയും ചെയ്യും. ചിലർ നിന്നെ പരിഹസിക്കും. അവർ നിന്നെ കർക്കശമായി പരിശോധിക്കും. എന്നാൽ മറ്റുള്ളവർ ഈ സന്ദേശം ശ്രവിക്കുവാൻ 1 മിനിറ്റ് സമയം പോലും ചിലവാക്കുകയില്ല. വേറെ ചിലർ എന്റെ സന്ദേശത്തെ തെറ്റിദ്ധരിക്കും. എന്നാൽ ഈ സന്ദേശം അവരുടെ വിജ്ഞാനത്തിന് ഉപരിയായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നൽകുവാനായി എന്റെ ഹൃദയം എന്റെ ഉള്ളം കൈയിൽ പിടിച്ചുകൊണ്ട് സർവകാരുണ്യവാനായ ഞാനിതാ വരുന്നു. ബലഹീനയും നികൃഷ്ടയുമായ നിന്നെ എന്റെ ഉപകരണമാക്കി നിന്നിലൂടെ എന്നെ വെളിപ്പെടുത്തുവാൻ ഞാനിതാ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് നിങ്ങളെല്ലാവരെയും ഐക്യപ്പെടുത്തുവാനാണ്. എന്നാൽ ഞാൻ നിന്നോട് സത്യമായി പറയുന്നു, അവർ എന്റെ പ്രിയപ്പെട്ട 23-ാം ജോൺ മാർപ്പാപ്പയുടെ പ്രചോദനങ്ങൾ എന്നിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ സമയം സമാഗതമായിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുമായിരുന്നു. അവന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൻ പറഞ്ഞ എല്ലാ വാക്കുകളും സത്യമായി എന്നിൽ നിന്നും വരുന്നതാണ്. കുഞ്ഞെ, ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ എല്ലാവരും കാണട്ടെ. പ്രിയപ്പെട്ട പിതാവായ എന്റെ ദൈവമേ, അങ്ങയുടെ സന്ദേശങ്ങളെ ആളുകൾ തള്ളിക്കളയുകയും പരിഹസിക്കുകയും അവയെ ശ്രവിക്കാതിരിക്കുകയും അവയെ നിഷേധിക്കുകയും ചെയ്യുന്നത് അഭിമുഖീകരിക്കുവാൻ ചിലപ്പോൾ എനിക്ക് ഭയമാണ്. കാരണം സത്യമായും അങ്ങാണ് എന്നിലൂടെ ഈ സന്ദേശങ്ങൾ നൽകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അനന്തമായ കാരുണ്യത്താലും സ്നേഹത്താലും ഞങ്ങളെ വീണ്ടും സഹായിക്കുന്നതിനും അതുവഴി ഞങ്ങളെ എല്ലാവരെയും ഐക്യപ്പെടുത്തുന്നതിനും ഞങ്ങളെ എല്ലാവരെയും വീണ്ടെടുക്കുന്നതിനും അങ്ങയുടെ സഭയെ പുനരുദ്ധരിക്കുന്നതിനും വേണ്ടി അങ്ങ് ഈ സന്ദേശങ്ങളിലൂടെ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷം അവർക്ക് ലഭിക്കുമായിരുന്നു. എനിക്ക് സാക്ഷ്യം വഹിക്കുന്നവളെ ഭയപ്പെടേണ്ട.
അവർ നിന്നെ പരിഹസിക്കുന്നെങ്കിൽ അവർ എന്നെയായിരിക്കും പരിഹസിക്കുന്നത്. അവർ നിന്നെ തള്ളിപ്പറയുന്നെങ്കിൽ അവർ എന്നെയായിരിക്കും തള്ളിപ്പറയുന്നത്. അവർ നിന്നോട് ചെയ്യുന്നതെല്ലാം എന്നോട് തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്റെ എല്ലാ ദുഃഖങ്ങളും മനോവ്യതകളും എന്നോടൊപ്പം ദൈവം പങ്കുവെക്കുന്നുണ്ടെന്ന് അവിടെ നിന്നെ ഓർമ്മിപ്പിച്ചു. എന്താണോ നീ വിവേചിച്ചറിയുന്നത്, അത് വിവേചിച്ചറിയുന്ന നീ അനുഗ്രഹീതയാണ്. നീ വിവേചിച്ചറിയുന്ന കാര്യങ്ങൾ വിവേചിച്ച് ഗ്രഹിക്കുവാൻ എന്റെ ദൃഷ്ടിയിൽ വളരെ വലിയ ശ്രേഷ്ഠരായ വ്യക്തികൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവർക്കതിനൊരിക്കലും കഴിഞ്ഞില്ല. നീ കേൾക്കുന്നത് കേൾക്കുവാൻ അവർ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവർക്കത് കേൾക്കുവാൻ കഴിഞ്ഞില്ല. നീ അനുഭവിച്ചറിയുന്നത് അനുഭവിച്ചറിയുവാൻ അവർ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവർക്ക് അത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. വസൂല, നിന്റെ മേൽ എന്റെ കൃപാവരം പ്രവർത്തിക്കുന്നു. പിതാവേ, സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടയായ എന്റെ മേൽ കടാക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കൃപകൾ എന്റെ മേൽ ചൊരിഞ്ഞതിന് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് എന്റെ മേൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതിൽ സർവശക്തനായ ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നോട് ചേർന്ന് നിലകൊള്ളുക. ഇനിയും വളരെയേറെ പരീക്ഷണങ്ങൾ നീ അഭിമുഖീകരിക്കും. നമ്മൾ അതേ കർത്താവേ, നമുക്ക് നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.